ഹലോ ഫ്രണ്ട്സ്, 2019 വിഷുഫലം ചിത്ര നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണിക്കുന്ന ആ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു റെഡ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് കയറി ഒന്ന് കാണണേ. നമുക്ക് ഈ വർഷം വിഷു എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. നമുക്ക് മൊത്തം 12 രാശിയുണ്ട്. സൂര്യൻ ഓരോരോ മാസവും ഓരോരോ രാശിയിൽ ഇങ്ങനെ സഞ്ചരിക്കും. മേടം, ഇടവം, മിഥുനം, കർക്കിടകം ഇങ്ങനെ. അത് അവസാനത്തെ മാസമായ മീനത്തിൽ നിന്ന് മേടത്തിലോട്ട് വീണ്ടും ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്നിലേക്ക് കയറുന്ന ആ ദിവസമാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. ഈ വർഷം വിഷു എന്ന് പറയുന്നത് വികാരി വർഷം എന്നാണ് പറയുന്നത്. ഓരോരോ വർഷം ഓരോരോ പേരുണ്ട്. കഴിഞ്ഞ വർഷം മന്മഥ വർഷം എന്ന് പറയുന്നുണ്ട്, ഈ വർഷം വികാരി വർഷം എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം ആലോചിച്ച് നടക്കുന്നില്ല, ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്നുള്ളവർക്ക് ഈ വർഷം നിങ്ങൾ ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കല്യാണം നടക്കും. അതുമാത്രമല്ല, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു 50% ഏകദേശം നിങ്ങൾക്ക് കറക്റ്റായിരിക്കും. എന്തുകൊണ്ട് ഈ 50% കറക്റ്റായിരിക്കും, ബാക്കിയുള്ള 50% കറക്റ്റ് ആവത്തില്ല എന്ന് പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരാളുടെ നക്ഷത്രം മാത്രം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അവരുടെ ഫുൾ 100% കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 27 നക്ഷത്രമേ ഉള്ളൂ. പക്ഷേ ഗ്രഹനില എന്ന് പറയുന്നത് 27 മാത്രം ഇല്ല, ഓരോരുത്തർക്കും ഓരോരോ ഗ്രഹനിലയാണ്. ആരെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വെറുതെ ചുമ്മാ പറയുന്നത്, അത് വിശ്വസിക്കേണ്ടെങ്കിൽ. എന്നാലും ഞാൻ പറയാൻ പോകുന്ന 50% കാര്യം ഏകദേശം നിങ്ങൾക്ക് കറക്റ്റായിരിക്കും. ബാക്കിയുള്ള 50% ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷേ അത് പോസിറ്റീവായിട്ട് നടക്കണോ ഇല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് നടക്കണമെന്ന് അത് നിങ്ങളുടെ ഗ്രഹനില നോക്കിയാലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങളുടെ സ്ട്രോങ് ആണോ വീക്കാണോ അതിരിക്കുന്ന സ്ഥാനം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പൊതുവേ ഈ വിഷുഫലം പറയുന്നത് 4 ഗ്രഹങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്: രാഹു, കേതു, ശനി, വ്യാഴം. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഗ്രഹങ്ങൾ നമ്മൾ എടുക്കുന്നില്ല എന്ന് പറയാമെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഒരു മാസം 1.5 മാസത്തിൽ കൂടുതൽ ഒരു വീട്ടിൽ ഇരിക്കത്തില്ല. അതിനുമ്പം സൂര്യൻ, ശുക്രൻ, ബുധനൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു മാസമേ ഒരു വീട്ടിൽ ഇരിക്കത്തുള്ളൂ. ചൊവ്വ എടുക്കുകയെന്നുണ്ടെങ്കിൽ 1.5 മാസം. പക്ഷേ ഈ പറയുന്ന രാഹു, കേതു 1.5 വർഷം ഒരു വീട്ടിൽ ഇരിക്കും. ശനി 2.5 വർഷം, വ്യാഴം 1 വർഷം. അങ്ങനെയപ്പം ഇതെടുത്തിട്ട് നമ്മൾ ഫലം പറഞ്ഞാലേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് ചിത്ര നക്ഷത്രക്കാർക്ക് എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് നോക്കാം. ചിത്ര നക്ഷത്രക്കാർക്ക് 9 രാഹു സഞ്ചരിക്കുന്നു. ചിത്രം എന്ന് പറഞ്ഞാൽ തുലാം രാശിയിലുള്ളവരുണ്ട്, കന്നി രാശിയിലുള്ളവരുണ്ട്. അങ്ങനെയാകുമ്പം അവർക്ക് 9ലും 10ലും, കുറച്ച് പേർക്ക് 9 സഞ്ചരിക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് 10 സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പം ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇവർക്ക് 2 പേർക്ക് മാറിയും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. ഈ 9 എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനം മീൻസ് ലക്ക്, അച്ഛൻ, പിന്നെ നമുക്ക് കിട്ടുന്ന മര്യാദ, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു ഇത്, പിന്നെ ലോങ് ട്രാവൽ. എന്തിനാണ് ഈ ലോങ് ട്രാവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അമ്പലത്തിലേക്കുള്ള, പിന്നെ വലിയ വലിയ ആൾക്കാരെ കാണാനുള്ള, അച്ഛൻ ഈക്വലായിട്ടുള്ള ആൾക്കാരെ കാണാനുള്ള ട്രാവലിംഗ് ആയിരിക്കും 9. അത് കൂടുതൽ നിങ്ങൾക്ക് നടക്കും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസും കൂടുതൽ. അതുമാത്രമല്ല, ഇത് നല്ല രീതിയിൽ നമുക്കത് ഇൻക്രീസ് ചെയ്യും. ചില ആൾക്കാർക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ, ഈ ചിത്ര നക്ഷത്രക്കാർക്ക് കൊച്ചുങ്ങൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതൽ. അതുമാത്രമല്ല, 10 എന്ന് പറയുന്നത് തൊഴിൽ സ്ഥാനമാണ്. കുറച്ച് ചിത്ര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് നല്ലൊരു രീതിയിൽ ഡെവലപ്മെൻറ്റും പ്രൊമോഷനും കാര്യങ്ങളും ഈ ഒരു വർഷത്തിനകത്ത് അവർക്ക് നടക്കും. അതുമാത്രമല്ല, നല്ലൊരു കരിയർ ഗ്രോത്ത് അവർക്ക് ഈ ഒരു വർഷം ഈ പറയുന്ന രാഹു തരും. അതെന്ന് പറയുന്നത് നമ്മൾ തിങ്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സാധാ ഒരു പോസ്റ്റിൽ ജോലിക്ക് വന്നുള്ള ഒരാളെ നല്ല മാനേജർ പോസ്റ്റിൽ കൊണ്ട് ഇരുത്തുന്ന രീതിയിലുള്ള തൊഴിൽ അത് കയറ്റിവിടും ഈ രാഹു. അതുമാത്രമല്ല, ചില ബിസിനസ്സൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഈ കാര്യങ്ങളും എല്ലാം ഈ ഒരു വർഷത്തിനകത്ത് ഈ രാഹു ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾക്ക് കുറച്ച് പേർ 3ലും 4ലും ശനിയും കേതുവും സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പം ഈ 3 എന്ന് പറയുന്ന ഈ കോൺഫിഡൻസ് നമുക്ക് ഈ പറയുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെടും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അവർക്ക് ക്ലോസ് റിലേറ്റീവ്സുമായിട്ടുള്ള ബന്ധങ്ങൾ, പിന്നെ കുറച്ച് പേർ പറഞ്ഞാൽ അവരുടെ ചേച്ചി, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് അവരുമായിട്ടുള്ള ഒരു അകൽച്ച. കാര്യം പറഞ്ഞാൽ രാഹു ഏതൊരു കാര്യം ഇൻക്രീസും ചെയ്യും, കേതു ആ കാര്യങ്ങൾ ഡിക്രീസും ചെയ്യും.
മൂന്നെന്ന് പറയുന്നതായി കമ്മ്യൂണിക്കേഷൻ. അങ്ങനെയാകുമ്പോൾ ഈ ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേതു നിൽക്കുന്നതുകൊണ്ട് ആ സംസാരം അതങ്ങ് നിർത്തിക്കളയും. ആൾക്കാരുമായിട്ട് സംസാരം നമ്മൾ ചിലപ്പം ഉടക്കേണ്ടി വരുമോ ആ രീതിയിൽ. പിന്നെ കൈ, ഷോൾഡർ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ ആഹാരം കഴിക്കുമ്പം അതൊന്ന് ശ്രദ്ധിച്ച് കഴിക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പം ഗ്യാസും അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസും ഉണ്ട്. പിന്നെ കൂടുതലും ഈ എഴുത്ത്, പിന്നെ ഈ പേപ്പർ, അങ്ങനെയുള്ള മീഡിയാസ്, അങ്ങനെയുള്ള ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുമാത്രമല്ല ഈ പറയുന്ന ചിത്ര നക്ഷത്രക്കാർ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ മേടിക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ച് മേടിക്കണം. കാര്യം ഈ മൂന്നെന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് സാധനം അതൊക്കെ ഉള്ളതാണ്. അത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്യാരണ്ടി കാർഡ് നല്ല കമ്പനിയാണ്, വാറണ്ടി കാർഡ് എല്ലാം നോക്കിയിട്ട് വേണം മേടിക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിലൊരു നഷ്ടം വരാനും അത് നമുക്ക് നശിച്ചു പോകാനുള്ള ചാൻസും കൂടെ ഉണ്ട്. പിന്നെ മൂന്നെന്ന് പറയുന്നത് ചെറിയൊരു ട്രാവലിങ്. അതും മൂന്നെന്ന് കേതു എന്ന് പറയുന്നത് അത് ദൈവം ഭക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ്. അങ്ങനെയാകുമ്പം ക്ഷേത്രത്തിലേക്കുള്ള ട്രാവലിങ്സും ചെയ്യാനുള്ള ചാൻസും കാണുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് 4 കേതു നിൽപ്പുണ്ട്. അങ്ങനെയാകുമ്പോൾ 4 എന്ന് പറയുന്നത് കംഫർട്ട്, നല്ലൊരു സ്ഥാനമാണ്. പിന്നെ അമ്മയുടെ ബന്ധുക്കളും ഇതൊക്കെ കട്ടാവാനുള്ള ചാൻസും കൂടെ കൂടുതൽ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 4 എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ അമ്മയുടെ സ്ഥാനം, നമ്മൾ കംഫർട്ടബിൾ, വണ്ടി, വീട്, വാഹനം ഇതൊക്കെ കുറയാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ പേടിക്കേണ്ട. കുറച്ച് പേർക്ക് വ്യാഴം എന്ന് പറയുന്നത് 2ലും 3ലും ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാകുമ്പം ഈ കന്നിരാശിയിലുള്ള ചിത്ര നക്ഷത്രക്കാരാണെന്നുണ്ടെങ്കിൽ 4 അവർക്ക് വ്യാഴം വരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈ പറയുന്ന വണ്ടി മേടിക്കാനും, വീട് വെക്കാനും, പിന്നെ വസ്തു മേടിക്കാനും, അമ്മയായിട്ടുള്ള കോണ്ടാക്ട്സും ഇതൊക്കെ കൂടാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ 2 അവർക്ക് കുറച്ച് പേർക്ക് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. അത് കുറച്ച് നല്ല ധനമായിട്ട് കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാനും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ 2ലും ഉണ്ട്. കുടുംബം ഇതുവരെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുടുംബം, ധനം, പിന്നെ നമ്മുടെ സ്പീച്ച്, ഇതെല്ലാം നല്ല രീതിയിൽ ഈ പറയുന്ന പ്രോഫിറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യാഴം 2ൽ നിൽക്കുന്നതുകൊണ്ട് ഈ വരുന്ന ഒക്ടോബർ വരെ കുറച്ച് ആൾക്കാർക്ക് നല്ലതായിരിക്കും. പിന്നെ കൂടുതലും 3ലായിരിക്കും ഇവർക്ക് വ്യാഴം പൊതുവേ ഇവർക്ക് നിൽക്കുന്നത്. 2 പേർക്കും 3 നിൽക്കുന്നുണ്ട്. അങ്ങനെ 3 എന്ന് പറയുന്നത് ധൈര്യം, അതെന്ന് പറയുന്നത് വ്യാഴം കുറച്ചും കൂടെ അത് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടത്തി കൊടുക്കും ഈ പറയുന്ന ഗുരു. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും, എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിലും, ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്ന കാര്യം അത് വേസ്റ്റായി പോകത്തില്ല. അത് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 50% ആ ഗുരുവും കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് അത് നിങ്ങൾക്ക് ചെയ്തു തരും. അങ്ങനെയാകുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒരു 50% ഇത് ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കത്തുള്ളൂ. പക്ഷേ അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ, കൂടുതൽ ചില ആൾക്കാർക്ക് പോസിറ്റീവായിരിക്കാം, കൂടുതൽ നെഗറ്റീവായിരിക്കും. അത് നിങ്ങളുടെ ആ ഗ്രഹനില വെച്ചിട്ടായിരിക്കും അത് നിങ്ങൾക്ക് നടക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഇതിൻ്റെ റെമഡീസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.